എൻ്റെ പേര് നോയൽ, ഇതെൻ്റെ വൈഫ് ഷിൽജി, ഇതമ്മ. ഞങ്ങൾ ടീച്ചേഴ്സായിരുന്നു രാജസ്ഥാനിൽ. ഞങ്ങൾ ഉടമ്പടി എടുത്തത് 2025 ഡിസംബർ 30-നായിരുന്നു. ഞങ്ങളുടെ പ്രധാന ഉടമ്പടിയുടെ ഉദ്ദേശം ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവണം എന്നൊരാഗ്രഹമായിരുന്നു. അതുപ്രകാരമായിരുന്നു ഞങ്ങൾ നിയോഗം വെച്ച് ഉടമ്പടി എടുത്തത്. 2024 ജാനുവരി 4-നായിരുന്നു ഞങ്ങളുടെ വിവാഹം. ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് ജാനുവരി 7-ാം തീയതി തന്നെ തിരിച്ച് രാജസ്ഥാനിലേക്ക് പോയി. അവിടെ ചെന്ന ശേഷം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അതിന് മുന്നേ എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അമ്മ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറയുകയും സാക്ഷ്യങ്ങൾ സെൻഡ് ചെയ്ത് തരികയൊക്കെ ചെയ്യാറുണ്ട്. ഞങ്ങൾ ജാനുവരി 7-ന് അവിടെ ചെന്നു. അതിനുശേഷം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ജൂണിൽ ഞാൻ പ്രഗ്നൻ്റായി. ഒരുപാട് സന്തോഷിച്ചു. എനിക്ക് PCOD ഉണ്ട്. അപ്പോൾ പ്രഗ്നൻ്റ് ആയ ശേഷം എനിക്ക് ബ്ലീഡിങ് ആയി. കുറച്ച് ദിവസം 10 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ബ്ലീഡിങ് ആയി. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നു. ആഫ്റ്റർ 2 വീക്സ് അത് അബോട്ടായി. നെക്സ്റ്റ് എൻ്റെ ഹസ്ബൻഡും ഓൺലൈൻ ഉടമ്പടി എടുത്തു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഓൺലൈൻ ഉടമ്പടി എടുത്ത ശേഷം ശരിക്കും ഇവിടുത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനകൾ ചൊല്ലുകയും ഈവനിങ് പ്രെയർ, അതുപോലെ ട്യൂസ്ഡേ ഉള്ള അച്ഛൻ്റെ ടോക്ക്, ഇതെല്ലാം കേൾക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ തന്നെ ചെയ്യുമായിരുന്നു. പത്രം എൻ്റെ അമ്മ ഇവിടെ നിന്ന് സെൻഡ് ചെയ്ത് തരും. ഞങ്ങളങ്ങനെ അവിടെ വിതരണം ചെയ്യുമായിരുന്നു. ജൂണിൽ ആ അബോർഷൻ കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് സെക്കൻഡ് ടൈം ഞാൻ ഓഗസ്റ്റിൽ വീണ്ടും പ്രഗ്നൻ്റായി. ഓഗസ്റ്റിൽ പ്രഗ്നൻ്റ് ആയപ്പോഴും ഒത്തിരി സന്തോഷിച്ചു. രണ്ടാമത് ഒരു നല്ലൊരു കുഞ്ഞിനെ മാതാവ് തരും എന്ന് തന്നെ ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചു. ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർ പറഞ്ഞു നല്ല ഗ്രോത്തുള്ള കുഞ്ഞാണ്. ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ നല്ല ഗ്രോത്ത് ഉണ്ട്, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഡോക്ടർ ഉറപ്പ് പറഞ്ഞു. ഞങ്ങളും ഉറച്ച് വിശ്വസിച്ചു. ഉടമ്പടി മാതാവ് ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ തരും എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിച്ചു. പ്രാർത്ഥനകളൊക്കെ ഞങ്ങൾ ജപമാല ഞാൻ ഡെയിലി ചൊല്ലുമായിരുന്നു. അതുപോലെ തന്നെ 33 വിശ്വാസ പ്രമാണം, അതുപോലെ എത്രയും തെള്ള മാതാവ്, ഇതൊക്കെ ഞാൻ ഡെയിലി ചൊല്ലുമായിരുന്നു. 3rd മന്ത് വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. 3rd മന്ത് ആയപ്പോഴേക്കും എനിക്ക് തലകറക്കം വന്നു. തലകറക്കം വന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന ശേഷം അതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ബ്ലീഡിങ് ആയി. ആദ്യം കുറച്ച് ബ്ലീഡിങ്, അത് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഹെവി ബ്ലീഡിങ് ആയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താണെങ്കിലും നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ കിട്ടില്ലെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് വിശ്വാസം ഞങ്ങൾ കൈവിട്ടില്ല. ഈ കുഞ്ഞിനെ മാതാവ് തരും എന്ന് തന്നെ ഉറച്ച് വിശ്വസിച്ചു. ഞാൻ 33 വിശ്വാസ പ്രമാണം ചൊല്ലുന്ന ഞാൻ അന്ന് അവിടെ നിന്ന് ഒരു 150ഓളം വിശ്വാസ പ്രമാണം ഞാൻ ചൊല്ലിയിട്ടുണ്ട്. എനിക്ക് എണ്ണാൻ പറ്റിയിട്ടില്ല. അത്രയും എണ്ണിക്കഴിഞ്ഞ ശേഷം പിന്നീട് ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ചെക്ക് ചെയ്യണം, സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വീണ്ടും വന്ന് പറഞ്ഞു കുഞ്ഞിനെ കിട്ടില്ല എന്ന് പറഞ്ഞ ഡോക്ടർ തന്നെ പറഞ്ഞു ഇത് മിറാക്കിളാണ്, കുഞ്ഞിന് ഗ്രോത്ത് ഒരുപാട് ഇൻക്രീസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും മെഡിസിൻ കൊടുത്ത് റെഡിയാക്കി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു. അതോടൊപ്പം തന്നെ 2 ആഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അതിനുശേഷം ബ്ലീഡിംഗ് ഒക്കെ സ്റ്റോപ്പായി വീട്ടിലോട്ട് പോയി. ഒരാഴ്ച കഴിഞ്ഞ് വീട് ചെക്കപ്പിന് വരണമെന്ന് ഡോക്ടർ പറഞ്ഞു. വീണ്ടും എൻ്റെ ഹസ്ബൻഡ് ഒരു ദിവസം എന്നെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയതാണ്. അന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ഡേറ്റ് ആയിരുന്നില്ല, ആളിന് ലീവ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ എന്താണെങ്കിലും പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു. എന്നെ സ്കാനിങ്ങിന് കയറ്റി. സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോടൊന്നും പറഞ്ഞില്ല. സാധാരണ ഡോക്ടർ എന്തെങ്കിലുമൊക്കെ എക്സ്പ്രഷൻ കാണിക്കും, ബേബി നന്നായിട്ടിരിക്കുന്നു എന്നൊക്കെ ഡോക്ടർ പറയാറുണ്ട്. പക്ഷേ ഇതൊന്നും പറഞ്ഞില്ല. ഡോക്ടർ പറഞ്ഞു ഒരു സെക്കൻഡ് ഒപ്പീനിയനായിട്ട് അടുത്തുള്ള വേറൊരു സ്കാനിങ് സെൻറ്ററിലേക്ക് ഞങ്ങളെ വിട്ടു. അപ്പോഴും എൻ്റെ വയറ്റിൽ എൻ്റെ കുഞ്ഞുണ്ട്, ആ കുഞ്ഞ് ജീവനോടെ ഉണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്കാനിങ് സെൻറ്ററിൽ ചെന്നു. അവിടെയും സ്കാൻ ചെയ്തു, പുറത്തിറങ്ങി. എനിക്ക് അപ്പോഴും ഒന്നും അറിയില്ല, കാരണം എൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിലുണ്ട്. പക്ഷേ ഹസ്ബൻഡിന് കാര്യം മനസ്സിലായി. ആളെന്നോട് പറഞ്ഞു ചിലപ്പോൾ നിന്നെ അന്നത്തെ പോലെ ചിലപ്പോൾ ഇവിടെ അഡ്മിറ്റ് ആക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വിചാരം അഡ്മിറ്റ് ആക്കി എന്തെങ്കിലും മെഡിസിൻസ് തന്നു കഴിയുമ്പോൾ എനിക്ക് തിരിച്ച് വീട്ടിലോട്ട് എൻ്റെ കുഞ്ഞിനെ കൊണ്ട് പോവാം എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിച്ചു. പക്ഷെ അവിടെ തിരിച്ച് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഡോക്ടർ നേരിട്ട് പറഞ്ഞു ഇപ്പം തന്നെ ഇവിടെ അഡ്മിറ്റ് ആവണം, കാരണം ഡിയാൻസ് ചെയ്യണം എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു മാനസികാവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ശരിക്കും സ്റ്റക്കായി. കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് നിലച്ച് പോയതുപോലെ തന്നെ ഞങ്ങളുടെ ഹാർട്ട് ബീറ്റ് നിലച്ച ഒരു ജീവച്ഛവമായിട്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു അത് കേട്ട് കഴിഞ്ഞപ്പോൾ. അങ്ങനെ ഇവിടെ അഡ്മിറ്റാക്കി ഡിയാൻസി ചെയ്തു. ഇത് കഴിഞ്ഞപ്പോൾ അത് അവിടെ എനിക്ക് അനസ്തേഷ്യ തന്നത് കുറച്ച് കൂടിപ്പോയി. അപ്പോൾ അതിൻ്റെ കുറച്ച് ബ്രീത്തിങ് പ്രോബ്ലംസൊക്കെ വന്നു.
അപ്പോഴും ആ വിഷമം ഉള്ളിൽ ഒരുപാടുണ്ടെങ്കിലും ഞാൻ മാതാവിനോട് ഒരു പ്രാവശ്യം ഞാൻ ചോദിച്ചു, മാതാവേ നീ തന്ന കുഞ്ഞിനെ നീ എടുത്തു. ഇത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നമ്മൾ ഒരിക്കലും മാതാവിനെ കുറ്റപ്പെടുത്തരുത്. ഞങ്ങളും അത് തന്നെ, കാരണം നമുക്ക് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. നമ്മളൊരു 6 നിയോഗം വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് വിഷമിക്കരുത്. കാരണം നമ്മുടെ നല്ലതിനായിരിക്കില്ല, അല്ലെങ്കിൽ കുറച്ച് ലേറ്റായിട്ട് നടന്നാലേ നമുക്ക് അതുകൊണ്ട് ഫലമുണ്ടാവുള്ളൂ എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ കൊന്ത ചൊല്ലുന്നതും ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും കുറച്ചുകൂടി ഞങ്ങൾ സജീവമായിട്ട് കുറച്ചധികമായിട്ടൊക്കെ ഞങ്ങൾ ചെയ്യാൻ തുടങ്ങി. കാരണം നമുക്കൊരു വീഴ്ച വന്നപ്പോൾ നമ്മൾ മാതാവിനെ തള്ളിപ്പറയാതെ, ചില സമയത്ത് സ്വാഭാവികമായിട്ട് ഉടമ്പടി എടുത്ത ശേഷമാണ് അങ്ങനത്തെ ഒരു മൈൻഡ് വന്നത്. അതിന് മുന്നേ എന്തെങ്കിലും ഒരു നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കിട്ടാതെ വന്നു കഴിയുമ്പോൾ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ദൈവം ആ കാര്യം സാധിച്ചു തന്നില്ല, ഇനി ആ പ്രാർത്ഥിക്കണ്ട എന്നൊരു വിചാരം സ്വാഭാവികമാണ്. നമ്മൾ മനുഷ്യരാണ്, നമ്മളെല്ലാവരിലും അത് ഉണ്ടാവുന്നതാണ്. പക്ഷേ ഞങ്ങൾക്ക് എന്തോ മാതാവിൻ്റെ കാരുണ്യം കൊണ്ടാണ്, മാതാവിൻ്റെ കരങ്ങളിലായിരുന്നു എന്ന് തോന്നുന്നു ആ സമയത്ത്. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ചിന്തയല്ല വന്നത്, കൂടുതലായിട്ട് പ്രാർത്ഥിക്കണമെന്നുള്ളൊരു ചിന്തയാണ് വന്നത്. ഞങ്ങൾ അവിടെ നിന്ന് ജോധ്പൂർ അങ്ങനെയുള്ള ദൂര സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഫുഡുകൾ കൊടുക്കാൻ തുടങ്ങി അവിടെയുള്ള ആളുകൾക്ക്. അല്ലാത്ത സമയങ്ങളിൽ ഞങ്ങൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട്, കുറേ പാവങ്ങളുണ്ട് അവിടെ ഈ രാജസ്ഥാനിൽ. നമുക്ക് വഴിയരികിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റും ഫുഡില്ലാതെ. അതായത് ജനിച്ച് കുറച്ച് ദിവസമായ കുഞ്ഞുങ്ങളായിരിക്കും ചിലപ്പോൾ, പക്ഷെ ഒന്നും ഇല്ലാതെ അവരുടെ പാരൻസിനായിട്ടൊക്കെ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെയുള്ളവർക്കും ഭക്ഷണം കൊടുക്കും, വസ്ത്രം, അതുപോലെ പറ്റാവുന്ന രീതിയിൽ കാശായിട്ടൊക്കെ കൊടുക്കാൻ തുടങ്ങി. അതിനുശേഷം ഞങ്ങൾ ഡിസംബറിൽ നാട്ടിലേക്ക് പോന്നു. നവംബർ 17 DNC ചെയ്തത്. അപ്പോൾ എൻ്റെ ബോഡി കുറച്ച് വീക്കായിരുന്നു, 2 അബോർഷൻ പെട്ടെന്നായത് കൊണ്ടിട്ട്. അങ്ങനെ ഡിസംബറിൽ നാട്ടിലേക്ക് വന്നു. ഡിസംബർ 30 ഇവിടെ വന്ന് ഞങ്ങൾ തീർത്ഥാടന ഉടമ്പടി എടുത്തു. തീർത്ഥാടന ഉടമ്പടി എടുത്ത് ജാനുവരിയിൽ ഞങ്ങൾ വീണ്ടും തിരിച്ച് രാജസ്ഥാനിലേക്ക് പോയി. അവിടെ ചെന്ന് ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആയപ്പോൾ അവിടെ യുദ്ധം വന്നു. ആ സമയത്ത് മാതാവ് ഞങ്ങളെ കാത്തു. അതായത് അവിടെ ഞങ്ങൾ താമസിക്കുന്നത് യാതൊരു കുഴപ്പവും കൂടാതെ. ടിക്കറ്റ് ക്യാൻസലായി പോയി, അതോടൊപ്പം തന്നെ എയർപോർട്ടൊക്കെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ശരിക്കും പ്രാർത്ഥന, ഉടമ്പടി തൈലം, ഉപ്പ് ഇവിടെ നിന്ന് കിട്ടും, അതെല്ലാം ഞങ്ങൾ കൃത്യമായി തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും, ഡെയിലി ഉപയോഗിക്കുമായിരുന്നു അതൊക്കെ. അപ്പോൾ നമുക്കൊരു വിഷമം വരുന്ന സമയത്താണെങ്കിലും ആ ഒരു ഉപ്പ്, അത് മാതാവിൻ്റെ ആ ഉടമ്പടി ഉപ്പെടുത്ത് കുറച്ച് നാവിൽ വെക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മാതാവ് കൂടിയുള്ള അവസ്ഥ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ ഞങ്ങൾ മെയ് 26 എയർപോർട്ടൊക്കെ ഓപ്പൺ ആയ സമയത്ത് ഞങ്ങൾ തിരിച്ച് നാട്ടിലെത്തി. ജൂൺ ആയപ്പോഴേക്കും പിന്നെ ഞങ്ങൾ കുഞ്ഞിൻ്റെ കാര്യം നോക്കി. അവിടുത്തെ അറ്റ്മോസ്ഫിയറും കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുഞ്ഞിൻ്റെ കാര്യം കഴിഞ്ഞിട്ട് ഇനി തിരിച്ചു പോകാമെന്ന് തീരുമാനിച്ചു. നാട്ടിൽ വന്നു. അവിടെ സ്കൂളിൽ വർക്ക് ചെയ്ത ശേഷം പുത്തൻകുരിശിൽ ഞങ്ങൾ ഒരു വീടെടുത്തപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഈ വീട് നിനക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷേ നമുക്ക് ഈ വീട് തന്നെ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ റീസൺ എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ആ ആൻറ്റിയുടെ കഴുത്തിൽ മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം കിടക്കുന്നുണ്ട്, അത് ഉടമ്പടി എടുത്തിട്ടുള്ള ആൻറ്റിയാണ്. നമ്മൾ അങ്ങനെയുള്ളവരുടെ അടുത്ത് താമസിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ ഡൈവേർട്ടായി വേറൊരു അടുത്തേക്ക് നമുക്ക് പോകില്ല. നമുക്ക് പ്രാർത്ഥനയിൽ ഒരു കുറവ് വന്നാലും ശരിക്കും അവർ നമ്മൾക്ക് സപ്പോർട്ടായിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളൊരു ഗൈനക്കിനെ കണ്ടു. നാട്ടിൽ വന്ന ശേഷം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഗൈനക്കിനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത്, ഇപ്പോൾ 2 അബോർഷനായി. ഇപ്പം ഇന്നത്തെ കാലത്ത് ഒരുപാട് സൗകര്യങ്ങളുണ്ട് നമുക്കൊരു കുഞ്ഞിനെ ഉണ്ടാക്കാനായിട്ട്. IVF പോലുള്ള കാര്യങ്ങളുണ്ട്, നിങ്ങൾ അത് ചെയ്താൽ ബെറ്റർ ആയിരിക്കും. മെഡിസിൻസിൻ്റെ സപ്പോർട്ട് ഒരുപാടുണ്ടാവും. നമുക്ക് കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഓക്കെ ആക്കി എടുക്കാം. ഇങ്ങനെ ഇടക്ക് വെച്ച് ഇങ്ങനെ ഡ്രോപ്പായി അബോർഷനായി പോകുന്ന ഒരു കണ്ടീഷനൊന്നും വരില്ല. എന്താണെങ്കിലും നിങ്ങൾക്ക് ഞാൻ IVF ആണ് സജസ്റ്റ് ചെയ്യുന്നതെന്ന് ഡോക്ടർ ഉറപ്പിച്ച് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് IVF വേണ്ട, കാരണം നമ്മൾ ഉടമ്പടി എടുത്ത് മാതാവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ IVF ചെയ്ത് കൃത്രിമ രീതിയിൽ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കുക എന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഞങ്ങൾക്ക് 1 മാസം സമയം തരണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ പോകുന്നത്. ഡോക്ടർ ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം, അതിനുശേഷം നിങ്ങൾ വന്നാൽ ഞാൻ IVF സജസ്റ്റ് ചെയ്യുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ വന്ന് കണ്ടു, പ്രാർത്ഥിച്ചു. അച്ഛൻ തലക്ക് പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. ഞങ്ങൾക്ക് മാതാവ് ഒരു കുഞ്ഞിനെ തന്നു എന്ന് തന്നെ ഞങ്ങൾ തന്നിട്ടുണ്ട്, ഞങ്ങളുടെ വയറ്റിൽ കുഞ്ഞുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു. പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു. ആ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റായി, പോസിറ്റീവായി. ഒത്തിരി സന്തോഷിച്ചു ഞങ്ങൾ. ഈ പ്രക്കാർഡ് ഞാൻ ആദ്യം കാണിച്ചത് ആ ആൻറ്റീനെയാണ് ഞാൻ കാണിച്ചത്, ഉടമ്പടി എടുത്ത ആൻറ്റീനെ കാണിച്ചത്. ആൻറ്റീനെ കാണിച്ചപ്പോൾ ആൻറ്റി പറഞ്ഞു, മോളെ ഇത് വീക്ക് ലൈനാണ്, ഇത് ഡോക്ടർ എന്ത് പറയുമെന്ന് അറിഞ്ഞൂടാ, പക്ഷെ നിനക്ക് ഈ കുഞ്ഞിനെ മാതാവ് തരും,
ഉറപ്പിച്ച് പറഞ്ഞു, നിനക്ക് എന്താണെങ്കിലും നിനക്ക് ഈ കുഞ്ഞിനെ കിട്ടും, നിങ്ങൾ ഡോക്ടറെ പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ ആൻറ്റിയും ഉടമ്പടി തൈലം എൻ്റെ വയറ്റിൽ കുരിശിട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ആൻറ്റി പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് പൊയ്ക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ വീണ്ടും കേട്ടത്, ഞങ്ങൾ സന്തോഷിച്ചെന്ന് ഞങ്ങൾ ഒരുപാട് വിഷമിച്ചാണ് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത്. കാരണം ഡോക്ടർ പറഞ്ഞു, ഇത് പോസിറ്റീവാണ്, പക്ഷേ വീക്ക് ലൈനാണ്, ഇത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഞാൻ പറയില്ല, നമുക്ക് അബോർഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങളപ്പോൾ റീസൺ ചോദിച്ചപ്പോൾ പറഞ്ഞത് 190 ഉള്ളൂ, കുഞ്ഞിന് തീരെ ഗ്രോത്ത് ഇല്ല, ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ അപ്പോൾ അവിടെ വെച്ച് തന്നെ ഞങ്ങൾ വീണ്ടും ആ ഡിയാൻസിൻ്റെ സമയത്ത് അവിടെ ഇരുന്ന ആ ഒരു ഇതായിരുന്നു. എന്നാലും മാതാവിൽ ഉറച്ച് വിശ്വസിച്ചു, മാതാവ് ഒന്നും കാണാതെ ഇവിടം വരെ എത്തിക്കില്ല എന്ന് തന്നെ വിശ്വസിച്ചു. അവിടെ വെച്ച് ഡോക്ടർ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് 2 ദിവസം സമയം തരാം, ഇന്നൊന്നും ചെയ്യണ്ട, 2 ദിവസം സമയം തരാം. ഈ 2 ദിവസത്തിൽ 190 എന്നുള്ളത് ഈ ബ്ലഡിൽ ഈ കൗണ്ട് ഇത് 700 ആവണം. 700 ആയാൽ നിങ്ങൾക്കിത് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എനിക്ക് ഓർത്തിട്ട് ഈ 190 എന്നുള്ളത് 700 ആവണം. പിന്നെ അതിനെക്കുറിച്ച് ഞങ്ങൾ കൂടുതൽ വറിയായില്ല. കാരണം മാതാവുണ്ട്, മാതാവ് എന്താണെങ്കിലും അതിനൊരു ഉത്തരം തരും എന്ന് തന്നെ വിശ്വസിച്ചു. ആൻറ്റിയും കൂടെ പ്രാർത്ഥിച്ചു. അതുപോലെ എൻ്റെ അമ്മേനെ ഇവിടേക്ക് വിളിച്ചു പറഞ്ഞു. അമ്മ ഇങ്ങോട്ടേക്ക് വീണ്ടും വിളിച്ചു, അപേക്ഷ പറഞ്ഞു, ഇങ്ങനെ കുഞ്ഞിന് ഗ്രോത്ത് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, മാതാവ് തന്ന് നിങ്ങൾ ഉടമ്പടി എടുത്തവരാണ്, നിങ്ങൾ വന്ന് സാക്ഷ്യം പറയുന്ന കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, കുഞ്ഞിനെ മാതാവ് തരും എന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് ബ്ലഡ് ചെക്ക് ചെയ്തു. വലിയൊരു മിറാക്കിളാണ് സംഭവിച്ചത്. കാരണം 700 എന്നുള്ളത് 1200 ആയി, 700 വേണ്ടെടുത്ത് 1200 ആയി. അതെങ്ങനെ വന്നെന്ന് കൂടി എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ അത്രയും വിഷമിച്ചു. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കേണ്ട സമയത്ത് ആ കുഞ്ഞിനെ എനിക്ക് തന്നെ വിശ്വാസമുണ്ട്, എന്നാലും നമ്മുടെ ഉള്ളിലൊരു വിഷമമുണ്ട്. എന്നാൽ അത്രയും ആ ഒരു അത്ഭുതം മാതാവ് അവിടെ സൃഷ്ടിച്ചു. 1200. ഡോക്ടർ തന്നെ അതിശയിച്ചു പോയി. ഡോക്ടർ പറഞ്ഞു 2 ദിവസം കൊണ്ട് 1200. അപ്പോൾ ഡോക്ടറോട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഒരു കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, മാതാവാണ് ഇത്രയും ഗ്രോത്ത് ഇത്രയും ഇൻക്രീസാക്കി തന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ വീണ്ടും പറഞ്ഞു, ഇത് 2 ദിവസമേ ആയിട്ടുള്ളൂ, കുറച്ചുകൂടെ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം, എന്നിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിത് കളയാം, ഇത് കണ്ടിന്യൂ ചെയ്യണ്ട, ഇതിപ്പോൾ 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ, ഇത് ഇത്രയും കണ്ടു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, നോക്കുമ്പോൾ ട്വിൻസ് ആണോ എന്നൊക്കെ ഞങ്ങളിങ്ങനെ ഡോക്ടറോട് ചോദിച്ചു. അപ്പോൾ ഡോക്ടറിന് അതൊന്നും നിങ്ങളിപ്പോൾ നോക്കണ്ട, നമുക്കിത് നോക്കാം, കുറച്ച് ദിവസം കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും കുഞ്ഞിൻ്റെ ഗ്രോത്ത് നന്നായിട്ട് ഇൻക്രീസ് ചെയ്തു. മാതാവും ഈശോയും കൂടി ഞങ്ങളുടെ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവരുടെ കരങ്ങളിൽ. അങ്ങനെ ഒരു 4th മന്ത് ആയപ്പോൾ 4th മന്ത് കഴിഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി തിരിച്ച്. പിന്നെ ജോലിക്ക് പോകണ്ടായിരുന്നില്ല, സ്റ്റോപ്പ് ചെയ്തു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ച് ഫാമിലി ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഞാൻ പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങളൊക്കെയാണ് എൻ്റെ കുടുംബത്തിൽ നടന്നത്. ഞാനും ഉൾപ്പെട്ടതായിരുന്നു അത്. അങ്ങനെ എനിക്ക് BP ഹൈ ആയി. ഡോക്ടർ പറഞ്ഞായിരുന്നു 140 എബവ് 140 വന്നാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം, നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അന്ന് BP ഹൈ ആയിട്ട് എബവ് 180 വന്നു. അലാം കണ്ടീഷൻ ആയിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുഞ്ഞിൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല, വേഗം നിങ്ങൾ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ നോക്കുമെന്ന് പറഞ്ഞു. ഈ 5ാം മാസത്തിൽ ഞാൻ ഒത്തിരി വിഷമിച്ചു. അപ്പോഴും എനിക്ക് പകുതി ബോധം ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ ബോധത്തിൽ ഞാൻ പറഞ്ഞത്, എൻ്റെ മാതാവ് എൻ്റെ കുഞ്ഞിനെ കാക്കും. എനിക്ക് ആ ഒരു വിശ്വാസം എൻ്റെ അബോധ മനസ്സിൽ ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവ് എൻ്റെ കുഞ്ഞിനെ കാത്തോളൂ, വേറെ ആരും നോക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ മാതാവ് 5ാം മാസത്തിലും എൻ്റെ കുഞ്ഞിനെ കാത്തു. കുഞ്ഞിന് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. എല്ലാം ചെക്ക് ചെയ്തപ്പോഴും കുഞ്ഞിന് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെ 9 മാസം കണ്ടിന്യൂ ചെയ്തു. ഏപ്രിൽ ഡോക്ടർ ആദ്യം ഡേറ്റ് പറഞ്ഞത് ജൂൺ 6 ആയിരുന്നു. ഈ ജൂൺ 6-ാം തീയതി ആയിരുന്നു ഡേറ്റ് പറഞ്ഞത്. പക്ഷേ അതിന് മുന്നേ തന്നെ അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. 28-ാം തീയതി ഏപ്രിൽ 28-ന് അഡ്മിറ്റായി. 30-ന് ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് സിസേറിയൻ ചെയ്യണം, കുഞ്ഞിനെ എടുക്കണില്ലെങ്കിൽ കുഞ്ഞിനെ കിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സിസേറിയൻ ചെയ്തു. നല്ലൊരു ആൺകുഞ്ഞിനെ തന്ന് മാതാവ് അനുഗ്രഹിച്ചു. ഞാൻ ഇവനെ കണ്ടു, ഒരു പ്രാവശ്യം കണ്ടു. വീണ്ടും ഞാൻ റൂമിലേക്ക് വന്നപ്പോൾ അറിയുന്നത് കുഞ്ഞിനെ NICUയിലേക്ക് മാറ്റിയെന്ന് അറിയുന്നത്. ഒരുപാട് പ്രതിസന്ധികൾ ഞാൻ ആ സമയത്ത് തരണം ചെയ്തു. പ്രഗ്നൻ്റ് ആകുന്നതിന് വേണ്ടിയിട്ടും ആ പ്രഗ്നൻ്റ് ആയ സമയത്തും. എന്നാലും എൻ്റെ മാതാവും ഈശോയും കൂടി എന്നെ കാത്തു. കുഞ്ഞ് NICUയിലാണ്. അപ്പം മഞ്ഞപ്പാണ് സാധാരണ NICUയിൽ കിടത്തുന്നതെന്ന് വിചാരിച്ചു 3 ഡേയ്സ്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് കുഞ്ഞിന് ഓക്സിജൻ ലെവൽ കുറഞ്ഞു പോയി, ഫുൾ ബോഡി ബ്ലൂ കളറായി, അതിനുശേഷം അവൻ വൈറ്റ് കളറായി. അപ്പോൾ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ എനിക്ക് BP ഹൈ ആയിരുന്നത് കൊണ്ട് കുഞ്ഞിൻ്റെ ശ്വാസക്കുഴൽ വലുതായിട്ടിരിക്കുവാണ്. അപ്പോൾ അവന് സക്ക് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ കുഞ്ഞിന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഡെയിലി കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഓരോ ദിവസവും ഞാൻ ഡെയിലി പോവാറില്ല. കാരണം എനിക്ക് കാണണമെന്നുണ്ടെങ്കിലും എനിക്ക് അവനെ കണ്ടു കഴിയുമ്പോൾ പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ പോകുമ്പോൾ മാതാവിൻ്റെ ഉടമ്പടി തൈലം എടുത്ത് അവൻ്റെ നെറ്റിയിൽ കുരിശിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു.
അവിടുത്തെ സിസ്റ്റേഴ്സൊന്നും പറയില്ല. ഞാൻ ഡെയിലി ഹസ്ബൻഡ് പോകുമ്പോഴാണെങ്കിലും ഈ ഉടമ്പടി തൈലം കയ്യിൽ കൊടുത്ത് വിടും. ഞാൻ അവൻ്റെ നെറ്റിയിൽ ഇത് കുരിശിട്ട് വരയ്ക്കണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധമായിട്ട്. പിന്നെ ഒരു ദിവസം ഞാൻ ഉപ്പിട്ടു അവിടെ NICU കയറി ചെന്നപ്പോൾ ഉപ്പുമായിട്ട് ചെന്നിട്ട് ഞാൻ അവിടെ ഇവനെ കിടത്തിയിരിക്കുന്നതിൻ്റെ അരികിൽ ഉപ്പ് വിട്ടു, ഈ കുരിശ് വിട്ട് പ്രാർത്ഥിച്ചു. ഈ സമയത്തും എൻ്റെ അമ്മ ഇങ്ങോട്ടേക്ക് പ്രാർത്ഥനാ സഹായത്തിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വിളിച്ചപ്പോൾ പറഞ്ഞു, അമ്മ പറഞ്ഞു മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവ് തന്ന കുഞ്ഞാണ്, പക്ഷേ ഇപ്പോൾ NICUയിലാണ്, ഈ ഒരു കണ്ടീഷനിലാണ്, അവനെ ഞങ്ങൾക്ക് എന്ന് കിട്ടും എന്ന് അറിഞ്ഞു, ഒരു ഡോക്ടർമാരൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴിവിടെ നിന്ന് ബ്രദർ പറഞ്ഞത് ആ കുഞ്ഞിനെ നിങ്ങൾക്ക് കിട്ടും, മാതാവ് തന്ന കുഞ്ഞിനെ മാതാവ് കാത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 20ാമത്തെ ദിവസം 20 ദിവസം അവൻ NICUയിലായിരുന്നു. 20ാമത്തെ ദിവസം ഇവനെ ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഇവനെ കുറച്ച് ഫോളോ അപ്പ് പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഓരോ ദിവസവും ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് വരുന്നുണ്ട്, ഓരോ കാര്യങ്ങളും ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട്. സക്ക് ചെയ്യാനായിട്ടൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ശ്വാസക്കുഴലിൻ്റെ ആ പ്രശ്നമുണ്ട്, അത് ഓക്കെ ആയി വരും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ അവൻ ഓക്കെ ആയതുകൊണ്ടാണ് അവൻ സക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി, എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഈ വലിയൊരു അനുഗ്രഹം തരുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ലൈഫിൽ നമുക്ക് ആ സമയത്ത് നമ്മൾ പകച്ചു നിൽക്കുന്ന ഒരു സമയമായിരിക്കും. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്. എനിക്ക് ഒരാളുടെ അടുത്ത് നിന്ന് ഒരു 18 lakhs അത്രയും ക്യാഷ് കിട്ടാനുണ്ടായിരുന്നു. ഒരു എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അയാൾ ഇന്ന ഡേറ്റിന് കാശ് തരാമെന്നുള്ളത്. എന്നിട്ട് എഗ്രിമെൻറ്റ് കഴിഞ്ഞു, 6 months കഴിഞ്ഞിട്ടും അയാളുടെ അടുത്തുനിന്ന് കാശ് കിട്ടിയില്ല. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞ ശേഷം അയാൾ അതിൻ്റെ പകുതി കാശ് ഞാൻ ഉപേക്ഷിച്ചതാണ് മനസ്സുകൊണ്ട്. കാരണം ഇനി എഗ്രിമെൻറ്റും കഴിഞ്ഞു, ഇനി കേസിന് അതിനൊന്നും പോകാൻ പറ്റില്ല, ഇനി അത് കിട്ടില്ല എന്ന് തന്നെ ഓർത്ത കാശാണ്. പക്ഷെ അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അയാൾക്ക് ആ കാശ് തരാൻ തോന്നിയതും. കാരണം ഒരു മനുഷ്യൻ്റെ മനസ്സെന്ന് പറഞ്ഞത് നമ്മൾ വിചാരിക്കുമ്പോൾ ഇപ്പോൾ ഇന്ന സാധനം കിട്ടണമെന്ന് പറഞ്ഞാൽ നമുക്കത് കിട്ടണമെന്നില്ല. പക്ഷെ മാതാവാണ് മനസ്സ് മാറ്റിച്ച് അയാളെ കൊണ്ടത് തരിയിച്ചത്. എൻ്റെ കാശ് എനിക്ക് അർഹതപ്പെട്ടത്, എനിക്കങ്ങനെ പകുതി കാശ് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടി. ഇനിയും ബാക്കിയുള്ളതും എത്രയും പെട്ടെന്ന് തന്നെ അയാൾ തരും എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് ഡിസംബർ 30-ാം തീയതി 2024 ഉടമ്പടി എടുത്തിട്ട് തിരിച്ച് രാജസ്ഥാനിൽ ചെന്ന സമയത്ത് ഞങ്ങളൊരു സാറിൻ്റെ വീട്ടിൽ അത്യാവശ്യമായിട്ട് ഞാനും ഹസ്ബൻഡും കൂടി പോയി. ഞങ്ങൾ ബുള്ളറ്റിനാണ് പോയത്. ഞങ്ങൾ യാത്ര ചെയ്ത് പകുതിക്ക് എത്തിയപ്പോഴേക്കും റോഡ് ഡൈവേർട്ടായി വേറൊരു ഒഴിഞ്ഞ ഒരു സ്ഥലമാണ്. അവിടെ നമുക്കറിയാൻ പറ്റും രാജസ്ഥാനിൽ ഇങ്ങനെ മണലാരണ്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടു. ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ പോയി കുറച്ച് ദൂരം പോയപ്പോഴത്തേക്കും എനിക്കെന്തോ ഒരു പേടി പോലെ തോന്നി. എൻ്റെ കയ്യിൽ കൊന്തി ഉണ്ടായിരുന്നു, പിന്നെ അച്ഛൻ ഇവിടെ നിന്ന് തന്ന കാശുരൂപം അതെൻ്റെ കഴുത്തിലുണ്ടായിരുന്നു. ഞാനിത് രണ്ടും പിടിച്ചിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് തിരിച്ചു പോകാം, പിന്നെ ഒരു ദിവസം സാറിനോട് ചോദിച്ചിട്ട് നമുക്ക് പോകാം, വലിയ അത്യാവശ്യമാണ്, നമുക്ക് ഇന്ന് തന്നെ പോയേ പറ്റുമെന്ന് പറഞ്ഞു. ഞങ്ങൾ വീണ്ടും ഒരുപാട് ഹസ്ബൻഡ് വണ്ടി നിർത്താതെ ഫാസ്റ്റിൽ വിട്ടു. എനിക്ക് പേടിയായിട്ട് ഞാൻ ബാക്കിലിരുന്ന് കരയാൻ തുടങ്ങി. പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞു നീ എന്നെ കൂടി പേടിപ്പിക്കല്ലേ, ഇവിടെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് എന്താണെങ്കിലും പോകാമെന്ന് പറഞ്ഞു. പോയി കുറേ ആയി കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് തനിയെ വണ്ടി നിർത്തിയിട്ട് ആൾ പറഞ്ഞു ആരും എൻ്റെ മനസ്സിൽ പറയുന്നുണ്ട് നീ തിരിച്ചു പോകുന്നു. ശരിക്കും മാതാവാണെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഹസ്ബൻഡ് പറഞ്ഞു എടി ആരോ പറയുന്നുണ്ട് എന്തോ ഒരു അപകടമുണ്ട് ഇവിടെ, നമുക്ക് തിരിച്ചു പോകുമെന്ന് പറയുന്നത് മണി ആൾ വേഗം വണ്ടി തിരിച്ചു. വണ്ടി കുറച്ച് ഓടിയപ്പോൾ തന്നെ ഞങ്ങൾ ഒരുപാട് അങ്ങ് ഉള്ളിലോട്ട് പോകുന്നു. കുറച്ച് ഓടിയപ്പോൾ തന്നെ വണ്ടി മറിഞ്ഞു, ഞാനും ഹസ്ബൻഡും കൂടി വീണു. ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല. ഹസ്ബൻഡിൻ്റെ കയ്യിൽ ചെറുതായിട്ടൊന്ന് പോറി ചോര വന്നു. പക്ഷേ ആ വീണ് കിടന്ന സമയത്ത് ഞങ്ങൾ ശരിക്കും മരണം മുന്നിൽ കണ്ടൊരവസ്ഥയായിരുന്നു. കാരണം അവിടെ ലെപ്പാടുള്ള സ്ഥലമാണ്. ഞങ്ങൾക്ക് ആ ഏരിയ കണ്ടപ്പോൾ തന്നെ പുള്ളിക്കും എനിക്കും അതാണ് മനസ്സിലേക്ക് വന്നത്. ഞങ്ങളുടെ മനസ്സിൽ എപ്പാടുള്ള സ്ഥലമാണ്, അവിടെ നമ്മൾ വീണ് കഴിഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് വരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ബുള്ളറ്റിൻ്റെ ഗാർഡ് മൊത്തം ചളുങ്ങിപ്പോയി. വണ്ടി പൊക്കണം, വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് അതൊക്കെ ആകെ ഇതായി. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം ഒന്നും സംഭവിച്ചില്ല. ഹസ്ബൻഡിൻ്റെ കാലിലേക്കാണ് വണ്ടി വീണത്. പതുക്കെ എനിക്കത് ഒറ്റയ്ക്ക് അത്രയും പൊക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പതുക്കെ ഞാൻ പൊക്കി കൊടുത്തപ്പോൾ ഹസ്ബൻഡ് കാല് വേഗം വലിച്ചെടുത്തു. ഞങ്ങൾ ആ വണ്ടി എടുത്ത് തിരിച്ചെത്തും എന്നുള്ള ഉറപ്പും ഉണ്ടായിരുന്നില്ല. വേഗം എടുത്ത് വണ്ടി സ്റ്റാർട്ടാകുമെന്ന് അറിയില്ല. പക്ഷേ വണ്ടി സ്റ്റാർട്ടാക്കി തന്നു. ആരോ വന്ന് സ്റ്റാർട്ടാക്കി കണക്കാ വണ്ടി സ്റ്റാർട്ടാക്കി ആ മണലിലൂടെ വണ്ടി ഓടിച്ച് ഞങ്ങൾ പുറത്തെത്തി കഴിഞ്ഞപ്പോഴാണ് അവിടെ ഉള്ളവർ പറയുന്നത് ആ സ്ഥലത്തേക്ക് ആരും പോകില്ല, നിങ്ങൾ പോകുന്നത് ഞങ്ങൾ കണ്ടു. ശരിയാ, ഒരുപാട് പേര് അവിടെ വഴിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ആളുകൾ അതിശയത്തോടു കൂടെ ഞങ്ങളെ നോക്കിക്കൊണ്ടിരുന്നത്, ഇവരെന്തിനാണ് ഇങ്ങോട്ടേക്ക് പോകുന്നതെന്ന്. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഇവരെന്താണ് ആളുകളെ കാണാത്ത പോലെ നമ്മൾ രണ്ടുപേരും വണ്ടിക്ക് പോയപ്പോൾ നോക്കിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. ഞങ്ങൾ വിചാരിച്ചു
അവർ ഹിന്ദിക്കാരാണ്. സ്വാഭാവികമായിട്ട് നമ്മുടെ കേരളത്തിലുള്ള ആളുകളെ കാണുമ്പോൾ നമ്മൾ അവരെ നോക്കും, അവർ നമ്മളെ നോക്കും. അത് ഞങ്ങളവിടെ കണ്ടൊരു കാഴ്ചയാണ്. അതുകൊണ്ടായിരിക്കും നമ്മൾ അവർ നോക്കിയതെന്ന് പറഞ്ഞു. പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ അറിഞ്ഞത് അവിടെ പോയവരാരും പുറത്തേക്ക് വരാറില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയത്. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ദൂരം പോയി കഴിഞ്ഞാൽ ഒരു കനാലാണ്, അതിനപ്പുറത്തേക്ക് പോകാറില്ല. അവിടെ ലെപ്പാടുണ്ട്, അങ്ങോട്ടേക്ക് മനുഷ്യർ പോയില്ല. ഒരു അപകടം വന്നാൽ ആരെങ്കിലും രക്ഷപ്പെട്ട് പുറത്ത് വന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞാലും മനുഷ്യന്മാരാരും പോകാത്തൊരു സ്ഥലമാണ്. അപ്പോൾ ആ ഒരു മരണത്തിൽ നിന്നും ഇങ്ങനെയുള്ള ഒരുപാട് സഹായം മാതാവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നത് മാതാവാണ്. നമ്മൾ ഉടമ്പടി എടുത്ത് ഈ മണ്ണിൽ കാല് കുത്തിക്കഴിഞ്ഞാൽ നമ്മൾ മാതാവിൻ്റെ കരങ്ങളിലാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവരും വിശ്വസിക്കണം. നമുക്കൊരു കാര്യം നടക്കാതിരുന്നാൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. അത് നമ്മുടെ നല്ലതിനല്ല എന്ന് നമ്മൾ കരുതിയാൽ മതി. നമ്മുടെ നല്ലതിനാണെങ്കിലും മാത്രം ആ സമയമാകുമ്പോൾ മാതാവ് അത് നമുക്ക് ഈശോയിലൂടെ നമുക്കത് നടത്തി തരും. അത് ഞങ്ങൾ ഇന്നും എന്നും വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടല്ല, ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും എത്ര നാൾ നമ്മൾ ജീവിക്കും, ആ ജീവിക്കുന്ന കാലം മുഴുവനും ഉടമ്പടിയിൽ തന്നെ ജീവിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും പ്രതിജ്ഞ എടുത്തിരിക്കുന്നതും വിശ്വസിക്കുന്നതും അങ്ങനെ തന്നെയാണ്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്തിരുന്നത് ഈ അമ്മ തന്ന പത്രം അവിടെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കും. ഞാനും ഹസ്ബൻഡും കൂടി തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യും, ഓരോ പാക്കാക്കും. എന്നിട്ട് ഞങ്ങൾ ഒരു ദിവസം രാവിലെ ഇറങ്ങും. ഈ ഫുഡുമായിട്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ വഴിയരികിൽ കാണുന്നവർ, അതുപോലെ തന്നെ അവിടെ ചില ആലയങ്ങൾ പോലെ ഉണ്ടാവും, അവിടെ ഒരുപാട് പേരുണ്ടാവും ഫുഡ് കിട്ടാതെ ഇരിക്കുന്നത്, അവർക്ക് ഫുഡ് കൊടുക്കും. ഇത് ഞങ്ങൾ ഒരു ദിവസമല്ല, മിക്ക ദിവസങ്ങളിലും തന്നെ ഹസ്ബൻഡ് ക്ലാസ് കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ രാവിലെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് 2:30 ആകുമ്പോൾ അല്ലെങ്കിൽ 3 o'clock ഹസ്ബൻഡ് വരും. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു. ഇത് ഈ അബോഷനൊക്കെ കഴിഞ്ഞപ്പോൾ 2 അബോഷനും കഴിഞ്ഞപ്പോൾ ഞങ്ങളത് ഒരു ദിവസം ഇപ്പോൾ 2 പ്രാവശ്യം എന്നുള്ളതൊക്കെ ഞങ്ങൾ 3 times ആക്കി കൊടുക്കുമായിരുന്നു. പിന്നെ മെയിനായിട്ട് ഞങ്ങൾ ജോധ്പൂർ പോകും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ട്രീറ്റിൽ ഒരുപാട് പേരെ കാണാൻ പറ്റും. നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭാഗ്യം ചെയ്ത ആൾക്കാരാണെന്നേ പറയുള്ളൂ. കാരണം ഒരു നേരത്തെ ഭക്ഷണം ഇല്ലാതെ, ഉടുക്കാൻ ഡ്രസ്സ് പോലും ഇല്ലാതെ, മോശം കീറിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് മക്കൾക്ക് ഫുഡ് കൊടുക്കാനില്ല, ജോലിയില്ല, ഒന്നുമില്ലാതെ വെറുതെ വഴിയരികിലിരിക്കുന്ന ഒരുപാട് പേരെ കാണാൻ പറ്റും. നമ്മളൊരു 2000 പേർക്കുള്ള ഫുഡ് കൊണ്ടുപോയാലും നമുക്ക് തികയാത്തൊരവസ്ഥയാണ്. അതിന് മാത്രം ആളുകളാണ് അവിടെ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോയില്ല. കാരണം ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു 4 hours ഉണ്ട്. അപ്പോൾ അവർക്ക് ഞങ്ങൾ അവിടെ ചെന്നിട്ട്, ജോധ്പൂർ ചെന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഡ്രസ്സ്, പിന്നെ എന്തെങ്കിലും സഹായങ്ങൾ ചോദിച്ച് വരുന്നവർക്കാണെങ്കിൽ അങ്ങനെ കാശായിട്ടും അങ്ങനെ ഒരുപാട് സഹായങ്ങൾ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മാതാവിനെക്കുറിച്ച്, ഈ ഉടമ്പടി നമ്മുടെ കൃപാസനത്തെക്കുറിച്ചും ഇവിടുത്തെ മാതാവിൻ്റെ ഓരോ അത്ഭുതങ്ങളെക്കുറിച്ചും ഈശോ നമ്മിലേക്ക് നേരിട്ട് മാതാവിലൂടെ വരുന്ന ആ ഒരു കാര്യങ്ങൾ, ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള അനുഗ്രഹങ്ങളും മറ്റുള്ളവരോട് കാണുന്നവരോടൊക്കെ ഇത് നിങ്ങൾക്കിത് എവിടെ നിന്ന് കിട്ടി, അല്ലെങ്കിൽ കുഞ്ഞുണ്ടായി അതിശയത്തോട് നോക്കുന്നവരോട് ഞാൻ ഈ കഥകളൊക്കെ പറയാറുണ്ട്. അപ്പം നമുക്ക് കിട്ടിയ ചെറിയ അനുഗ്രഹമാണെങ്കിൽ പോലും നമ്മളത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണം. ഞങ്ങൾ അങ്ങനെ ഷെയർ ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് നന്ദികൾ. ഇനിയും ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും മാതാവും ഈശോയും കൂടെ ഉണ്ടാവുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ കുഞ്ഞ് ജനിച്ചിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ, മാമോദീസ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഓഗസ്റ്റിലാണ്. അപ്പോൾ ആ മാസം ഒരു മാതാവിന് കൊടുക്കുന്ന ഒരു താങ്ക്സ് ഗിവിങ് പാർട്ടി ആയിട്ടാണ് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ മാമോദീസ നടത്തുന്നത്. അതും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഉടമ്പടി ജീവിതം തന്നെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു പോകും. എല്ലാവരും ആ ഒരു രീതിയിൽ നമ്മൾ ജീവിച്ചു പോയാൽ അതുപോലെ തന്നെ ഡെയിലി മോർണിംഗ് ഉള്ള പ്രെയർ, ഡെയിലി ബ്രെഡും കൂടും. അതുപോലെ തന്നെ ഈവനിങ് ഉള്ളതും അത് ഞങ്ങൾ മുടങ്ങാതെ ചൊല്ലാറുണ്ട്. കുടുംബ പ്രാർത്ഥന ചൊല്ലിയ ശേഷമാണ് ആ പ്രാർത്ഥന ചൊല്ലുന്നത്. അച്ഛൻ്റെ ടോക്ക് ട്യൂസ്ഡേ ഉള്ളത് അത് ഞങ്ങൾ മുടങ്ങാതെ കേൾക്കും. ഇനി ചില സമയങ്ങളിൽ ചിലപ്പോൾ നമുക്ക് ഹാഫ് കേൾക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ രാത്രി അത് കേട്ടിട്ടേ ഉറങ്ങുള്ളൂ. അങ്ങനെ അതൊക്കെ മുടങ്ങാതെ കേൾക്കും. പിന്നെ കുർബാന, ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന ആ സമയത്ത് എനിക്ക് കുറച്ച് കുർബാനയ്ക്ക് പോകാനായിട്ട് കുറച്ച് ഇത് വന്നു. അല്ലാതെ കുർബാന മുടക്കാറില്ല. കറക്റ്റ് സമയത്ത് തന്നെ കുമ്പസാരിക്കാറുണ്ട്. അത് പിന്നെ പള്ളിയെന്നില്ല, ഞങ്ങൾ എവിടെയെങ്കിലും പോകുന്ന സമയത്താണെങ്കിലും നമ്മൾ ഒരുങ്ങിയിട്ട് ഇന്ന സ്ഥലത്ത് കാണുമ്പോൾ നമുക്ക് അവിടെ കുമ്പസാരിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുമ്പസാരിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ പരമാവധി ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ അതെല്ലാം നിറവേറ്റുന്നുണ്ട് എന്ന് തന്നെയാണ്. നമ്മൾ ആ രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പോയാൽ നമ്മുടെ മനസ്സമാധാനം, നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാം, ദൈവവിശ്വാസത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു. മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി.